ചുവടെ പറയുന്നവയിൽ ജന്തുജന്യ രോഗം അല്ലാത്തത് ഏത്? ചിക്കൻ പോക്സ്. സന്ധ്യാസമയത്ത് മുറിക്കകത്ത് പ്രവേശിച്ച് രാത്രി സമയങ്ങളിൽ കാൽമുട്ടിനു കീഴ്പോട്ട് കൂടുതലായി കടിക്കുന്ന കൊതുകിനം ഏത്? ക്യൂലക്സ്. പനിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഏതാനും വിവരങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. 1. ലളിതമായ ഭക്ഷണ രീതിയാണ് പനിയുള്ളപ്പോൾ അഭികാമ്യം. 2. പനിയുള്ളപ്പോൾ ധാരാളമായി ശുദ്ധജലം കുടിക്കണം. 3. പനിയുള്ളപ്പോൾ പഴങ്ങളും ഇലക്കറികളും ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തണം. ശരിയായ വിവരങ്ങൾ ഏവ? ഇതിൽ എല്ലാം ശരിയാണ്. പ്രമേഹ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? സന്ധിവേദന. ചുവടെ പറയുന്നവയിൽ തലച്ചോറിനെ ബാധിക്കുന്ന രോഗം അല്ലെങ്കിൽ രോഗങ്ങൾ ഏവ? ജപ്പാൻ ജ്വരം, മെനിഞ്ചൈറ്റിസ്, കോളറ, ബ്രോങ്കൈറ്റിസ്. 1ഉം 2ഉം മാത്രം ശരി. 1 ജപ്പാൻ ജ്വരം, 2 മെനിഞ്ചൈറ്റിസ്. ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ആൻറ്റിബയോട്ടിക് ചികിത്സയാണ് ഡെങ്കിപ്പനിക്ക് ഫലപ്രദം എന്നതാണ് ശരിയല്ലാത്ത പ്രസ്താവന. ശരീരത്തിലെ ലവണജല സന്തുലനം പാലിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏത്? അൽഡോസ്റ്റീറോൺ. ശരീരത്തിലെ നല്ല കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നത് ഏത്? HDL കൊളസ്ട്രോൾ. 160 സെൻറ്റിമീറ്റർ അഥവാ 5.33 അടി ഉയരമുള്ള ഒരു വ്യക്തിക്ക് 65 കിലോഗ്രാം ശരീരഭാരമുണ്ടെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെടും? തൂക്കക്കൂടുതൽ. ചുവടെ പറയുന്നവയിൽ ഏതിനം മരുന്നുകളുടെ അമിതോപയോഗമാണ് പ്രമേഹത്തിന് കാരണമാവുന്നത്? സ്റ്റീറോയിഡുകൾ.